നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തലസ്ഥാനവും കേരളവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പുരോഗതിയിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന് നടക്കുവാൻ പോകുകയാണ്. തുറമുഖത്തിന് ആവശ്യമായ ക്രെയിനുകൾ, കണ്ടെയ്നർ ഇറക്കി വയ്ക്കുവാനുള്ള യാർഡ് എന്നിവയെല്ലാം ഒന്നാം ഘട്ടത്തിൽ തയ്യാറായി കഴിഞ്ഞു. ഇനി യഥാർത്ഥ പരീക്ഷണം തുടങ്ങുകയാണ്. ലോകത്തിലെ കപ്പൽ കമ്പനികളിലെ രണ്ടാമനായ മെഴ്സ്കിൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ മദർഷിപ്പാണ് ഇവിടെ ആദ്യമായി എത്തുവാൻ പോകുന്നത്. 110 രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ഡെൻമാർക്ക് കമ്പനിയാണ് മെഴ്സ്ക്. ഇപ്പോൾ വരുന്ന സാൻ ഫെർണാണ്ടോ കഴിഞ്ഞ മാസം 22-ന് ഹോങ്കോങ്ങിൽ നിന്നാണ് പുറപ്പെട്ടത്. ചൈനയിലെത്തിയ കപ്പൽ അവിടെ നിന്നാണ് വിഴിഞ്ഞത്തേക്ക് തിരിച്ചിരിക്കുന്നത്. ജൂലൈ 11-ന് വിഴിഞ്ഞത്ത് പുറംകടലിലെത്തി ജൂലൈ 12-ന് ആഘോഷപൂർവ്വം ബെർത്തിലേക്ക് അടുപ്പിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇപ്പോൾ 800 മീറ്റർ ബെർത്ത് തയ്യാറായിട്ടുണ്ട്. ഇവിടെ കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം കപ്പൽ ഉടനെ തന്നെ കൊളംബോയിലേക്ക് പോകും. ഇനി ഈ കപ്പലിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ 300 മീറ്റർ നീളവും 48 മീറ്റർ വീതിയുമാണ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഉള്ളത്. 2014-ലാണ് ഈ കപ്പൽ നിർമ്മിക്കപ്പെട്ടത്. മദ്രാസ് IIT വികസിപ്പിച്ച സ്വന്തം സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെന്റർ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇറക്കുന്നത് നിയന്ത്രിക്കും. രാജ്യത്തെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് ക്രെയിനുകളാണ് വിഴിഞ്ഞത്തുള്ളത്. കപ്പലിനെ ബെർത്തിലേക്ക് അടുപ്പിച്ച് നങ്കൂരമിടുവാനും കാർഗോ ഇറക്കുമതി ചെയ്യുന്നതുമെല്ലാം നാവിഗേഷൻ സെന്ററിലിരുന്ന് നിയന്ത്രിക്കുവാൻ സാധിക്കും. ഇവിടെ ഇറക്കുന്ന കണ്ടെയ്നറുകൾ ചെറിയ ഫീഡർ കപ്പലുകളിൽ കയറ്റി ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. മുഖ്യമന്ത്രി, കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയ പ്രമുഖരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ ആദ്യ പരീക്ഷണത്തിലൂടെ നിരവധി കാര്യങ്ങൾ പരിശോധിക്കപ്പെടുകയാണ്. കപ്പലിനെ സുരക്ഷിതമായി പുറംകടലിൽ നിന്ന് ബെർത്തിലേക്ക് അടുപ്പിക്കുക, നങ്കൂരമിടുക, തിരികെ പുറംകടലിൽ എത്തിക്കുക എന്നിവയെല്ലാം പ്രധാനമാണ്. അതുകൂടാതെ എത്ര വേഗത്തിൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാമെന്നതും പരീക്ഷിക്കപ്പെടും. കൂടാതെ ഈ പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ്, മറ്റ് പേപ്പർ വർക്കുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നിവയുടെ വേഗത ഒരു ട്രാൻസ്ഷിപ്മെന്റിന്റെ പ്രധാന ഘടകമാണ്. നേരത്തെ ക്രെയിനുകൾ എത്തിയ സമയത്ത് തുടക്കത്തിൽ കേന്ദ്രത്തിന്റെ ക്ലിയറൻസ് കാത്ത് ദിവസങ്ങളോളം ഇവിടെ കപ്പൽ പുറംകടലിൽ കിടന്നത് ഒരു നാണക്കേടായിരുന്നു. വളരെ വേഗത്തിൽ പേപ്പർ വർക്കുകൾ തീർത്ത് കണ്ടെയ്നറുകൾ ഇറക്കുന്നത് കപ്പൽ കമ്പനികൾക്ക് വിശ്വാസ്യത കൂട്ടുവാനും അവരുടെ ഷിപ്പിംഗ് ചിലവുകൾ കുറയ്ക്കുവാനും കൂടുതൽ കപ്പലുകൾ തുറമുഖത്തേക്ക് എത്തുവാനും സഹായിക്കും. GST ഇനത്തിൽ തന്നെ സർക്കാരിന് വലിയൊരു വരുമാനവും ഇതിലൂടെ ലഭിക്കും. ആദ്യഘട്ടത്തിൽ 2500 കോടി വരുമാനമാണ് വിഴിഞ്ഞം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ ഏതാണ്ട് 400 കോടിയോളം സർക്കാരിന് GST ആയി ലഭിക്കുമെന്നാണ് കണക്ക്. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമുള്ളതും സ്വാഭാവികമായി തന്നെ 24 മീറ്ററോളം ആഴമുള്ളതുമാണ് വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിലെ ചരക്കു നീക്കങ്ങൾ പ്രധാനമായും മദർഷിപ്പുകൾ വഴിയാണ് നടക്കുന്നത്. 20 അടി നീളവും 8 അടി വീതിയുമുള്ളതാണ് സാധാരണ കണ്ടെയ്നറുകൾ. ഇപ്പോൾ വരുന്ന സാൻ ഫെർണാണ്ടോ കപ്പലിൽ 8700ഓളം കണ്ടെയ്നറുകൾ വഹിക്കുവാനുള്ള ശേഷിയുണ്ട്. വിഴിഞ്ഞത്ത് 24,000 കണ്ടെയ്നറുകൾ വഹിക്കുന്ന കപ്പലുകൾക്ക് വരെ സുഗമമായി അടുക്കുവാൻ സാധിക്കും. ഓരോ കണ്ടെയ്നർ ഇറക്കുമ്പോഴും അതെല്ലാം രാജ്യത്തിന് വരുമാനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. റോഡ് മാർഗവും റെയിൽ മാർഗവും ഒക്കെ ചരക്ക് ഗതാഗതം നടത്തുന്ന സംവിധാനങ്ങൾ വിഴിഞ്ഞത്ത് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് കണ്ടെയ്നർ കൈമാറ്റം ചെയ്യുവാനാണ് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റു ഗതാഗത സൗകര്യങ്ങളൊക്കെ വരും നാളുകളിൽ ഊർജിതമായി പൂർത്തിയാക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനനുസരിച്ച് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.